ഹായ് ഫ്രണ്ട്സ്, ക്രിസ്മസ് ഒക്കെ ഇങ്ങ് എത്താറായില്ലേ? ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് വീട്ടിൽ തന്നെ നല്ലൊരു അടിപൊളി പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിച്ച് പ്ലം കേക്കിൻ്റെതാണേ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ഒക്കെ വേണം കേട്ടോ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് കറുത്ത മുന്തിരിയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി എടുക്കാം. 3 കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ. ഇനി 1/2 കപ്പ് ചെറിയും കൂടി എടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണേ. ഇതിലേക്ക് 1/2 കപ്പ് കാഷ്യൂസും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് വേണമെങ്കിൽ വേറെ ഏത് ഡ്രൈ ഫ്രൂട്ട്സും എടുക്കാം കേട്ടോ. പെട്ടെന്ന് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൽ ബദാമോ ഡേറ്റ്സോ ഒക്കെ ചേർക്കാം. ഇത് മാറ്റി വയ്ക്കാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിപ്പം നന്നായിട്ട് കാരമലായിട്ടുണ്ട്. കുറച്ചും കൂടി കളറൊന്ന് വരട്ടെ, നല്ലോണം തിളച്ച് വരട്ടെ. അതായത് ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും കാരമലൈസ് ആയ പഞ്ചസാര എല്ലാം കൂടി ഒന്ന് കട്ടയാവും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇതൊന്ന് മെൽറ്റായിട്ട് വരും. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാവേ. ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്ന വീഡിയോ കിട്ടിയില്ല കേട്ടോ, ഫോണങ്ങ് ഓഫായി പോയി. അതുകൊണ്ടാണ്. ഇതിന് നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി പീൽ ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. വൈറ്റ് സ്കിൻ ഇല്ലാതെ അതിൻ്റെ ആ തൊലി മാത്രം പീൽ ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് പട്ടയും ഗ്രാമ്പും ജാതിക്കയും പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കാരമൽ സിറപ്പ് മൊത്തം വറ്റിച്ചെടുക്കണ്ട, കുറച്ച് സിറപ്പ് അതിനകത്ത് വേണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. 1 കിലോ കേക്കിൻ്റെ മെഷർമെൻറ്റാണ് ഈ പറയുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ജാതിക്കയും പട്ടയും ഗ്രാമ്പും കൂടെ പൊടിച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിനി ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. ഒരു തവണ മാത്രം അരിച്ചു കൊടുത്താൽ മതി. ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് അടച്ച് വെച്ചേക്കണം, ഇല്ലെങ്കിൽ ആ ജാതിക്കയുടെയൊക്കെ മണം അങ്ങ് പോയി കിട്ടും. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര പൊടിക്കുമ്പോൾ മുക്കാൽ കപ്പോളം കിട്ടും കേട്ടോ. ഇതിന് ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ തന്നെ വേണമെന്നില്ല, വിസ്ക് ആയാലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. വിസ്ക് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതാ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൂടൊക്കെ ആറി സെറ്റായിട്ടിരിക്കുകയാണ് ഇത്. ആ സിറപ്പും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ചു മാറ്റി വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ല, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ 3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്നെസ് തോന്നുവാണെങ്കിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റാട്ടോ. ഇനി ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ഒരു കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂസും കൂടെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കാഷ്യൂസോ ബദാമോ എന്ത് വേണമെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ.
ഇതിന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ ഒരു 50 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ സെറ്റപ്പിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്ന് എടുക്കാം. ഭയങ്കര മണമാട്ടോ ഇത് ബേക്കായിട്ട് വരുന്ന ആ ഒരു ടൈമിലെ. വീട് മൊത്തം അറിയും നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കിയത് കേട്ടോ. ഇത് കട്ട് ചെയ്ത് നോക്കാവേ. നല്ല സൂപ്പർ സോഫ്റ്റ് നോക്കി. ഇതിനകത്തിട്ട നട്ട്സ് ഒന്നും അടിയിൽ പോയിട്ടില്ല കേക്കിൻ്റെ. എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നിങ്ങളെ വിലയേറിയ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം കേട്ടോ. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് നമുക്ക് വീട്ടിൽ തന്നെ പ്ലം കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ.